ഹലോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുൻപ് അമ്മയ്ക്ക് സാരി എടുക്കാൻ വേണ്ടി പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ പോയിട്ട് അമ്മേനെ വിഷ് ചെയ്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി രാവിലെ ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉപ്മാവൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ പായസത്തിൻ്റെ പരിപാടി തുടങ്ങി. അപ്പോൾ സേമിയ പായസമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പപ്പടവും കാച്ചി ഇതേ കുട്ടി സദ്യ കഴിച്ചു കേട്ടോ. സാമ്പാറും അവിയലും പപ്പടവും അച്ചാറും പായസവും ഉണ്ടായിരുന്നേ. അങ്ങനെ ഒരു ഉറക്കത്തിന് ശേഷം ഞാൻ വൈകുന്നേരത്തേക്കുള്ള ചെറിയൊരു പരിപാടിയിലാണ് കേട്ടോ. ഞാൻ അമ്മയ്ക്ക് കുറച്ച് ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് അത് അറിയില്ല. ഞാൻ ഓർത്തു കുറച്ച് ഡിഫറെൻ്റ് ആക്കാം ഈ വട്ടന്ന് ബർത്ത്ഡേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ക്ലൂസ് എഴുതാൻ വേണ്ടിയിട്ട് പേപ്പറുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ് ഞാനിവിടെ ക്ലൂസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അമ്മ അപ്പുറത്തേക്ക് മാറുന്ന ടൈമിൽ വേണം എനിക്ക് ടൗണിൽ പോയി കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അമ്മയ്ക്ക് അറിയില്ല. ഇപ്പോൾ ടൈം 4 o'clock ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4:20 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്താവും എന്നറിയില്ല, നമുക്ക് നോക്കാം. അമ്മ പോയിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ വേഗം വെച്ച് പിടിച്ച് പോകുകയാണ്. അപ്പം അമ്മയ്ക്കുള്ള കുറച്ച് ഗിഫ്റ്റുകൾ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളായി വാച്ച് വേണമെന്ന് പറയണു. അപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് ഫ്ലിപ്കാർട്ട് എന്നെ ചതിച്ചു കേട്ടോ. പിന്നെ ഞാൻ വേഗം അടുത്തുള്ളൊരു കടയിൽ നിന്നാണ് വാച്ച് വാങ്ങിയത്. പിന്നെ അങ്ങനെ കേക്കും വാങ്ങി ഗൈസ്. കിട്ടി സക്സസ്ഫുള്ളി. ഞാൻ വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ വരുന്നതിന് മുന്നേ വീടെത്തണം. ഗൈസ് കേക്ക് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്തു. താങ്ക് യു ഡിയർ. ഞാൻ മിഠായി എടുക്ക്. അങ്ങനെ ഫസ്റ്റ് ഗ്ലൂ ഞാൻ ഈ മിഠായിയുടെ ഉള്ളിലാണ് കേട്ടോ വെച്ചത്. അപ്പം അമ്മ തിരഞ്ഞ് അത് എടുത്തിട്ടുണ്ട്. അങ്ങനെ കേക്ക് കണ്ടപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ എല്ലാ കൊല്ലം വാങ്ങാറുണ്ട്. പക്ഷേ ഈ വട്ടം ബർത്ത്ഡേ കുറച്ച് പാളിപ്പോയ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങൾ കലണ്ടറിൽ നാളെ നോക്കിയപ്പോൾ നാളെ ആയിരുന്നു. പക്ഷേ ആക്ച്വലി അത് ഇന്നാണ് ബർത്ത്ഡേ വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകെ ഒരു കലങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ പെട്ടെന്നാണ് ബർത്ത്ഡേയുടെ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തത് അലമാരിയിൽ. ഇനി അപ്പോൾ രണ്ടാമത്തെ സർപ്രൈസിനുള്ള ക്ലൂ ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വേഗം ഓടിപ്പോയിട്ട് ക്ലൂ ഒക്കെ നോക്കി അലമാരി തുറന്നു. അപ്പോൾ ഈ കവറിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അതിൻ്റെ മേളിൽ ഒരു ചെറിയ ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത് അമ്മയ്ക്ക് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ കുറേ നേരം ആലോചിച്ച സംഭവം കണ്ടുപിടിച്ചു കേട്ടോ. ഇത് ഓർമ്മയുണ്ടോ? ഞങ്ങൾ അമ്മയ്ക്ക് സാരി എടുക്കാൻ പോയപ്പോൾ സാമിയയിൽ നേരത്തെ കണ്ടൊരു സാരി ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഞാൻ വേറൊരു ദിവസം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഈ സാരി വീണ്ടും കണ്ടത്. അപ്പോൾ സംതിങ് എനിക്കത് സ്പെഷ്യലായിട്ട് തോന്നി. നമുക്കുള്ളത് നമ്മുടെ കയ്യിൽ തന്നെ വരുമെന്ന് അറിയില്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് വീണ്ടും അത് കണ്ടപ്പോൾ തോന്നിയത്. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ, ഞാൻ അത് തന്നെ എടുത്തു. അമ്മയ്ക്ക് മാച്ചാവുന്ന അന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതായിരുന്നു. പക്ഷെ അന്ന് അത് എടുക്കാൻ പറ്റിയില്ല. സോ ഞാൻ ഇന്ന് അത് എടുത്തിട്ട് വന്നു കേട്ടോ. Favorite color? Maroon.
അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ഷീ ഓൾവേസ് ലൈക്ക് ടു വെയർ മെറൂൺ കളർ കേട്ടോ. അമ്മയുടെ ഫേവറേറ്റ് ആണ്, എപ്പോഴും എന്നോട് പറയാറുണ്ട്. ആ കളറിൽ അങ്ങനെ ഡ്രസ്സസ് ഇല്ല. അപ്പോൾ ഞാൻ അത് കുറേ നോക്കി ഓൺലൈനിൽ നിന്ന് സെലക്ട് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. എന്തായാലും അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഷുവറായിരുന്നു. അപ്പോൾ ഇതും അമ്മ കുറേ നാളായിട്ട് ആഗ്രഹം പറയുന്നതാണ് കേട്ടോ. ഒരു വാച്ചാണ്. അപ്പോൾ അമ്മയുടെ ഓൾറെഡി ഒരു ചെയിൻ വാച്ച് ഉണ്ട്, പക്ഷെ അത് അമ്മയ്ക്ക് അലർജി ആയതുകൊണ്ട് കുറേ നാളായി സ്റ്റാപ്പ് വാച്ച് വാങ്ങണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ടൈമിന് എത്തിയില്ല. സോ ഞാനിവിടെ അടുത്തുള്ള ഒരു സ്റ്റോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ കുറച്ച് കോസ്മെറ്റിക്സും വാങ്ങി. അമ്മേനെ ക്ലൂ ഇല്ലേന്ന് ചോദിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിത് കുറേ ഓടിച്ചു. അങ്ങനെ ക്ലൂ ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഗൈസ് ഞങ്ങൾ ബർത്ത്ഡേ പരിപാടിയും കഴിഞ്ഞ് മുത്തശ്ശൻ്റെ വീട് വരെ ഒന്ന് പോയി കേട്ടോ. ഇത് അവിടുത്തെ തോടാണ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ഇതിനു മുൻപും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ചേർക്കും വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഞങ്ങൾ മുത്തശ്ശൻ്റെ വീട്ടിലെത്തിയിട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൂച്ചയുടെ വീഡിയോ എടുക്കുകയാണ് എൻ്റെ മെയിൻ പരിപാടി. ഇത് ഇവിടുത്തെ ആളാണ് കേട്ടോ. ഇവിടുത്തെ ആളല്ല, എവിടുന്നോ വന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടുത്തെ ഒരു മെമ്പറാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് വീട്ടിലോട്ട് തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ പെൻഡ്രൈവ് ഇട്ടിട്ട് അവളുടെ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോ കാണുന്നു കേട്ടോ. അവളാൾ പുലിയാണ് ഡാൻസിൽ. അപ്പോൾ കണ്ടോ സൈഡിൽ നിന്ന് ഭയങ്കര കളിയാണ് ഗൈസ്. അങ്ങനെ പായസവും കുടിച്ച് വെജിറ്റബിൾ ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ നല്ല സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് പാരൻസാണ്. മാക്സിമം അവരെ ഹാപ്പി ആക്കി വെക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ഈ ഗിഫ്റ്റൊക്കെ വാങ്ങിയത്. അപ്പോൾ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റവും ഞാൻ വാങ്ങിയിട്ടില്ല. അമ്മ ഭയങ്കര ഹാപ്പിയായി. എന്തായാലും അമ്മയെ ഹാപ്പിയാക്കാൻ എന്നെക്കൊണ്ട് പറ്റി. ഞാനും നല്ല ഹാപ്പിയായി കേട്ടോ. ഐ ആം സോ ഹാപ്പി ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു സന്തോഷമാണ് ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. Happy birthday to you.